ഇന്നലെ ഫുട്ബോൾ ലോകത്ത് നിന്നും ഒരു ഞെട്ടിക്കുന്ന വാർത്തയാണ് ഫാബ്രിസോ റൊമാനോ പുറത്തുവിട്ടിരിക്കുന്നത്. ചെൽസിയുടെ വൺ ഓഫ് ദി ബെസ്റ്റ് മാനേജർമാരിൽ ഒരാളെന്ന് വിശേഷിപ്പിക്കുന്ന എൻസോ മറസ്കയെ ചെൽസി മാനേജ്മെന്റ് സാക്ക് ചെയ്തിരിക്കുന്നു. ചെൽസിയെ തൻ്റെ ആദ്യത്തെ സീസണിൽ തന്നെ 2 കിരീടമാണ് ചെൽസിക്ക് വേണ്ടി എൻസോ മറസ്ക നേടിക്കൊടുത്തത്. കോൺഫറൻസ് ലീഗും ഫിഫ ക്ലബ് വേൾഡ് കപ്പ്. പോരാതെ ചെൽസി 2 സീസണായി ചാമ്പ്യൻസ് ലീഗ് യോഗ്യതയില്ലാതെ നിൽക്കുന്ന ചെൽസിയെ തൻ്റെ ആദ്യത്തെ സീസണിൽ തന്നെ ചെൽസിയെ ചാമ്പ്യൻസ് ലീഗ് യോഗ്യത നേടിക്കൊടുക്കാനും എൻസോ മറസ്കക്ക് കഴിഞ്ഞിരുന്നു. എന്നിട്ടും ഈ ചെൽസി മാനേജ്മെന്റ് എന്തിനാണ് എൻസോ മറസ്കയെ പുറത്താക്കിയത്? ചെൽസിയുടെ ഹിസ്റ്ററിയിൽ തന്നെ ഇത്രയും വേസ്റ്റ് ആയിട്ടുള്ള, ഇത്രയും ഒരു ബലക്കും കൊള്ളാത്ത ഒരു മാനേജ്മെന്റിന് ചെൽസിയുടെ ഹിസ്റ്ററിയിൽ തന്നെ ഉണ്ടാവില്ല. ആദ്യം ഇവർ വന്നവർ തന്നെ അവർക്ക് ചാമ്പ്യൻസ് ലീഗ് നേടിക്കൊടുത്ത തോമസ് തുഷലിനെ പുറത്താക്കി. പിന്നെ ഇതാ എൻസോ മറസ്കനെയും പുറത്താക്കി. വൺ ഓഫ് ദി ബെസ്റ്റ് കോച്ചുമാരിൽ ഒരാളാണ് ഇപ്പോൾ എൻസോ മറസ്ക. യൂറോപ്പിൽ തന്നെ എൻസോ മറസ്ക ചെൽസിയെ 92 മത്സരങ്ങളിലാണ് പരിശീലിപ്പിച്ചത്. അതിൽ 55 വിന്ന് ചെൽസിക്ക് നേടി. പോരാതെ ചെൽസിക്ക് വേണ്ടി 2 ട്രോഫീസും എൻസോ മറസ്ക നേടിക്കൊടുത്തു. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ഫിഫ ക്ലബ് വേൾഡ് കപ്പ് നേടിക്കൊടുത്തതാണ്. അതിലെടുത്തു പറയേണ്ടത് ഫിഫ ക്ലബ് വേൾഡ് കപ്പിന്റെ ഫൈനലാണ്. എല്ലാവരും കരുതിയിരുന്നത് അൺബീറ്റനായി വരുന്ന PSG തന്നെ വിജയിക്കും എന്നാണ്. എല്ലാവർക്കും ഡൗട്ട് 5-0 4-0 ചെൽസി തോക്കുക എന്നതാണ്. എന്നാൽ മറസ്കയുടെ ഒറ്റ ഒരു തന്ത്രത്തിന് കീഴിൽ ചെൽസി അന്ന് PSG ഗ്രൗണ്ടിൽ തന്നെ കാണാത്ത രീതിയിലാണ് കളി കാണിച്ചു കൊടുത്തത്. ഫുട്ബോളിൽ ഇങ്ങനത്തെ ഒരു മജീഷ്യൻ ഉണ്ടെന്ന് അന്നാണ് ഫുട്ബോൾ ലോകം അറിഞ്ഞത്. അതുപോലെ തന്നെയാണ് കോൺഫറൻസ് ലീഗ് ഫൈനലിൽ. അതുവരെ ചെൽസിക്ക് വലിയ ഫൈറ്റിങ് നൽകാനൊന്നും ഒരു ടീം ഉണ്ടായിരുന്നില്ല. എന്നാൽ റിയൽ ബെറ്റീസ് കഴിഞ്ഞ സീസണിൽ വളരെ മികച്ച ഫോമിലായിരുന്നു. എന്നാൽ അവരെയാണ് 1 ഗോളിന് പിന്നിൽ നിന്നതിന് ശേഷം 4 ഗോളിന് ചെൽസി വിജയിച്ചത്. PSG ഫൈനലിൽ 3-0 പരാജയപ്പെട്ടത്. ഇത്രയും ബുദ്ധിതന്ത്രജ്ഞനായ, ഇത്രയും ബുദ്ധിരാക്ഷസനായ, മോഡേൺ ഫുട്ബോളിനെ തന്നെ ഭരിക്കാൻ കഴിയുന്ന ഒരു കോച്ചിനെയാണല്ല ചെൽസി വിട്ടുകളയുന്നത്. ഈ ന്യൂസ് കേട്ടപ്പോൾ ഞാൻ തന്നെ ആകെ ഷോക്കായിപ്പോയി. ഇതെന്താ ചെൽസി മാനേജ്മെന്റ് എന്താണ് കടിക്കണ്ട എന്ന് എനിക്ക് ന്യൂസ് വിശ്വസിക്കാനായില്ല. എനിക്ക് ഫാബ്രിസോ റൊമാനോയുടെ പോസ്റ്റ് നോക്കി അപ്പോഴാണ് ദ 2 parties are separate എന്നിട്ട് ഫാബ്രിസോ റൊമാനോ പോസ്റ്റ് ഇടുന്നത്. ആകെ ഷോക്കായിപ്പോയി ആ ന്യൂസ് കേട്ടപ്പോൾ. ചെൽസി മാനേജ്മെന്റിന് ഇനി എന്താ പാടെ? കപ്പ് എടുത്തോട്ട് ശശാൽ പെപ്പ് ഗാർഡിയോളക്ക് വരെ കഴിയാത്ത കപ്പാണ് എൻസോ മറസ്ക ചെൽസിക്ക് എടുത്തോട്ടത്. പെപ്പ് ഗാർഡിയോള പോലും വന്ന ആദ്യത്തെ സീസണിൽ മാഞ്ചസ്റ്റർ സിറ്റിക്ക് കപ്പ് എടുത്തൊടുത്തിട്ടില്ല. എന്നിട്ടാണ് അതിനെക്കാട്ടി എത്രയോ ലെവലാണ് എൻസോ മറസ്കയുടെ പെർഫോമൻസ്. എന്നിട്ടും ഈ ബുദ്ധിയില്ലാത്ത ഈ മരക്കഴുതകളായ ഈ ചെൽസി മാനേജർ, ഈ ടോപ്പ് ബോലും ഇക്ബോലും എന്തിനാണ് ഈ അമേരിക്കക്കാർ വന്നത്? ഇവരെ പീരീഡിൽ തന്നെ ചെൽസിയെ എക്കാലത്തും ഓർമ്മിപ്പിക്കുന്ന ഒരു കോച്ചായ തോമസ് തുഷലിനെ പുറത്താക്കിയത്. ഇവരുടെ പീരീഡിലാണ് ഇതിപ്പോൾ 5ാമത്തെ കോച്ചാണ് ഇവരിപ്പോൾ നിയമിക്കാൻ പോകുന്നത്. ആദ്യം തോമസ് തുഷലിനെ വന്ന വഴി തന്നെ പുറത്താക്കി. 2ാമത് അവര് വലിയ ഐപ്പ് കൊടുത്തിറക്കിയ ബ്രൈറ്റനിലെ മച്ചാനായിരുന്നു അവരുടെ കോളായിരുന്നു, അവരുടെ തേങ്ങ കൊലയായിരുന്നു എന്നൊക്കെ പറഞ്ഞ ഗ്രഹാം പോട്ടറിനെയും പുറത്താക്കി. പിന്നെ താൽക്കാലിക നിയമനായിട്ട് ഫ്രാങ്ക് ലംബാർഡിനെ പുറത്താക്കി. അതിൽ പിന്നെ പറയാനൊന്നുമില്ല. ചെൽസിയുടെ എക്കാലത്തെ ലെജൻഡാണ്. പിന്നെ പൊച്ചറ്റിനോ പിന്നെ പുറത്താക്കിയതല്ല, പൊച്ചറ്റിനോനായിട്ട് പോയതാ. ഇവരെ മോട്ട പിടിച്ച കളി കാണാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ട് ഇവര് കുറച്ച് പുള്ളറിയും തരൂ, എന്നിട്ട് അന്ന് ഇവർ പറയുന്ന കപ്പ് എല്ലാം ഉണ്ടാക്കി കൊടുക്കണം. എന്നിട്ട് ഇപ്പോൾ ആണെങ്കിൽ കപ്പ് എല്ലാം എടുത്തു കൊടുത്ത ഒരു മാനേജ്മെന്റ് വേറെ ഏതെങ്കിലും കോച്ചായിട്ടാണെങ്കിൽ അമ്മായിക്ക് പാടിയിട്ട് പോകും ഈ സ്ക്വാഡിനെല്ലാം തന്നിനെങ്കിൽ. എന്തോ ഒരു ദുരന്തം പിടിച്ച മാനേജ്മെന്റാണ് ചെൽസിന്റെ. ഇത്രയും നാശം പിടിച്ചമാർ ചെൽസിന്റെ ചരിത്രത്തിൽ തന്നെ ഇങ്ങനത്തെ ഒരു നാശം പിടിച്ച ടീമിനെ കാണാനേ കഴിയില്ല. ടോക്ക് ബോലി എന്തിനാന്ന് ആ റോമൻ ഉണ്ടാകുമ്പോൾ ചെൽസി എന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ്. ചെൽസി ചാമ്പ്യൻസ് ലീഗ് കാണാത്ത ഒരു സീസൺ ഇല്ല റോമന്റെ കാലത്ത്. നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ ക്ലബ്ബ് വിട്ട് പോവാം. നിങ്ങൾക്ക് ഫുട്ബോളിനെ കുറിച്ച് എന്താ അറിയല്? ഒരു
ചെൽസി ഫാൻസിന് പോലും ഇത് ദഹിച്ചിട്ടില്ല. അവരുടെ ഹാർട്ട് ബ്രേക്കിംഗ് ന്യൂസായി പോയി ഇന്നലത്തെ. എന്നിട്ടോ ഇപ്പോൾ സ്റ്റേറ്റ്സ്ബർഗിൽ ഏതോ മണ്ടനും കുണാച്ചനെല്ലാം കൊണ്ടുവരുന്നു. എന്തിനാണ് കഴിയുന്നില്ലെങ്കിൽ നിർത്തിപ്പോ, ക്ലബ്ബ് ഒഴിവാക്കിയ ഇല്ല, സൗദി ടീമിനായിട്ട് കൊടുത്ത് ഒഴിവാക്കുക. അവർ നമ്മളെ ചെൽസിനെ വേറെ ലെവലിൽ എത്തിക്കും. താങ്ക് യു മെറസ്ക ഫോർ ചെൽസി ഫാൻസ് ഈ ഇത്രയും മനോഹരമായ നിമിഷങ്ങൾ നൽകി. മെറസ്കയുടെ കാലഘട്ടം എല്ലാ ചെൽസി ഫാൻസും ഓർമ്മിക്കപ്പെടുന്ന കാലഘട്ടമാണ് ഈ 2 പീരീഡ്, ഈ 2 വർഷം, ഈ 1.5 വർഷം ചെൽസിയെ സുവർണയുഗം എന്ന് തന്നെ വിശേഷിപ്പിക്കാം. നീണ്ട 5 കൊല്ലത്തെ ഇടവേളയ്ക്ക് ശേഷം ചെൽസി ഒരു കപ്പ് എടുക്കുന്നത് ലാസ്റ്റ് ചാമ്പ്യൻസ് ലീഗ് തന്നെ. പിന്നെ ചെൽസിന് ഷെൽട്ടറിലേക്ക് കപ്പ് പോയിട്ടൊരു 5 പോലും വന്നിട്ടില്ല. ആ ഷെൽട്ടറിലേക്കാണ് ദ ലെജൻഡ് കോച്ചായ മെറസ്ക 2 കപ്പ് കൊണ്ടുവന്നു. അതിൽ ഏറ്റവും വലിയ കപ്പായ ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പ്. ഇതിനർത്ഥം മെറസ്ക പോകാൻ പോകുന്നത് പെപ് ഗാർഡിയോളനെ ഈ സീസണോടെ തന്നെ മാഞ്ചസ്റ്റർ സിറ്റി പുറത്താക്കുക ഏതാണ്ട് ഉറപ്പാണ്. പിന്നെ മാഞ്ചസ്റ്റർ സിറ്റിയുടെ താണ്ട വഹിക്കും. അടുത്ത നെക്സ്റ്റ് കോച്ചായി പോകുന്നത് നമ്മുടെ ചെൽസി ഫാൻസ് എന്നും ഓർമ്മിക്കപ്പെടുന്ന ഒരു മാനേജറായ മെറസ്കയാണ്.